സോ ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ഗൈസ്. നമ്മൾ പിന്നെയും വന്നേക്കുവാണ് മൈൻക്രാഫ്റ്റ് ആയിട്ട്. നമ്മൾ ഇതിനു മുമ്പ് ഒരു മൾട്ടിപ്ലെയർ സീരീസ് തുടങ്ങിയായിരുന്നു, അത് ഞാൻ നിർത്തി. ഓക്കെ, നമ്മളെന്തായാലും എല്ലാ പ്രാവശ്യം ഇതായാലും സീരീസ് തുടങ്ങും പകുതിക്ക് വെച്ച് നിർത്തും. സോ ഗൈസ്, എന്തായാലും ഈ പ്രാവശ്യം എൻ്റെ പരീക്ഷ കഴിഞ്ഞിട്ടുണ്ട്. സോ ഇനി അത് ഈ സീരീസ് ഞാൻ കണ്ടിന്യൂ ഉദ്ദേശിച്ചിട്ടുണ്ട്. ഇതെന്ന് വെച്ചാൽ നമ്മൾ മെഗാ ഹാർഡ് കോർ ആണ്. ഈ ഹാർഡ് കോർ എന്ന് വെച്ചാൽ നമുക്ക് ഒറ്റ ലൈഫുള്ളൂ. നമ്മൾ ഒന്ന് ചത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേൾഡ് മൊത്തം പോയിട്ടുണ്ടാവും. സോ നമുക്ക് എന്തായാലും വേൾഡിൽ ഇത് സാധാ ഹാർഡ് കോർ അല്ല ഗൈസ്. നമ്മൾ ഇതിൻ്റെ അകത്ത് ഒരു കേവ് ഡെല്ലർ എന്ന് പറഞ്ഞ സംഭവത്തിന് ആഡ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ ഇപ്പോൾ ഏതെങ്കിലും കേവ് പോയി കഴിഞ്ഞാൽ ആ കേവിൽ നമുക്കൊരു എൻറ്റിറ്റി ഉണ്ടാവും. ആ എൻറ്റിറ്റി നമ്മൾ ജസ്റ്റ് കൊന്നു കളയും, എത്രേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. നല്ല നല്ല മനുഷ്യനാണ്. പിന്നെ നമുക്ക് എന്തായാലും വേൾഡ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് ഹാർഡ് കോർ എനേബിൾ ചെയ്യാം ഗൈസ്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ചീറ്റ്സ് ഒന്നും വരില്ല കേട്ടോ ഗൈസ്, ജസ്റ്റ് ഈ എൻറ്റിറ്റീന് മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് ഷോ കോർഡിനേറ്റ്സും ഷോ ഡിസ്പ്ലേയും ഓൺ ആക്കി ഇടാം. കാരണം നമുക്ക് അറിയാലോ എത്ര ദിവസം കളിച്ചു എന്ന്. ഓക്കെ, സോ നമുക്ക് മൾട്ടിപ്ലെയർ ഓഫ് ചെയ്ത് തരാം, കാരണം നമ്മളിത് സിംഗിൾ പ്ലെയർ ആയിട്ടാണ് ഗൈസ് കളിക്കുന്നത്. പിന്നെ നമുക്ക് റിസോഴ്സ് പാക്സ് ഉണ്ട്, അത് ഞാനിപ്പോൾ എനേബിൾ ഉള്ളത് തന്നെ ബിഹേവിയർ ഇടുമ്പോൾ ശരിയായിക്കോളും. പിന്നെ നമുക്ക് ബിഹേവിയറിലുള്ളത് കേവ് ഡെല്ലറാണ് നമുക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഗൈസ്. അത് സസ്പെൻസ് ആണ് ഇതിനെക്കുറിച്ച്. അത് വലിയൊരു നല്ല സെറ്റപ്പ് ആഡാണ് ഗൈസ്, നമുക്ക് നോക്കാം. സോ ഗൈസ്, നമ്മുടെ വേൾഡ് ഇവിടെ ലോഡായിട്ടുണ്ട്. നമുക്ക് ഒരു ബുക്ക് തന്നിട്ടുണ്ട്. ജസ്റ്റ് ആ ഗെയിം എങ്ങനെ വർക്ക് ചെയ്യണമെന്നൊക്കെയുള്ള ഗെയിമല്ല, ആൻഡ്രോയിഡ് വർക്ക് ചെയ്യണം എങ്ങനെയാണെന്നുള്ള ഡീറ്റെയിൽസ് ആണ് ഇതിലുള്ളത്. പ്രത്യേകിച്ച് ഒന്നുമില്ല, നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് നോക്കാം. സോ ഗൈസ്, നമുക്ക് എന്തായാലും നമ്മുടെ ഗെയിം സ്റ്റാർട്ട് ചെയ്യാം, കാരണം അധികം സമയം കളയാനില്ല. സോ നമുക്ക് ഞാൻ ഇതിൽ ഒരു ടെക്സ്ചർ പാക്ക് ഇട്ടിട്ടുണ്ട്, ഫുൾ ഗ്രാസ് എന്നാണ് പേര്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ, നമുക്ക് എന്തായാലും വുഡ് കട്ട് ചെയ്ത് തുടങ്ങാം. സോ ഗൈസ്, നമ്മളിപ്പോൾ എന്തായാലും വുഡ് കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി വെച്ചിട്ട് അത്യാവശ്യം ഗിയറപ്പ് ആവണം. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സാധനത്തിന് ഭയങ്കര പവറാണ്. ഡയമണ്ട് ആർമർ ഫുൾ ഉണ്ടെങ്കിൽ പോലും നമുക്ക് അതിനെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റില്ല. സോ നമുക്ക് എന്തായാലും അധികം നമുക്ക് സർവൈവൽ ചാൻസെങ്കിൽ ഇത്തിരിയെങ്കിലും വേണം തന്നെ നമ്മൾ മിനിമം അയൺ ആർമറിലാണ്. സോ നമുക്ക് എന്തായാലും ഒരു വുഡൻ പിക്കാക്സ് വെച്ച് തന്നെ തുടങ്ങാം ഗൈസ്. സോ നമുക്ക് എന്തായാലും ഇത് പൊട്ടിച്ചെടുത്തേക്കാം. നമുക്ക് ഇതിലെന്ന് വെച്ചാൽ ഒട്ടും സാധനം നമ്മൾ വേസ്റ്റ് ചെയ്യരുത്. ഓക്കെ, നമുക്ക് എന്തായാലും ഇനി ചുമ്മാ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. ഇത് നമ്മൾ മൈൻക്രാഫ്റ്റിൽ പുതിയ കോഴിയൊക്കെ വന്നിട്ട് നല്ല രസമുണ്ട് കാണാൻ. ഇപ്പോൾ പല കളർ കോഴിയുണ്ട്, പല കളർ ആടില്ല, പല കളർ പശുവുണ്ട്, പല കളർ പന്നിയുണ്ട്. പശുവിന് കൊമ്പൊക്കെ ഉണ്ട് ഗൈസ്. പിന്നെ ഉണ്ടല്ലോ ഗൈസ്, ഞാനാണെങ്കിൽ ഈ ഡ്വെല്ലർ എന്ന് പറഞ്ഞ എൻറ്റിറ്റീനെ കുറിച്ച് എങ്ങനെയും പറയാം, ആ സാധനത്തിനെക്കുറിച്ച് ഞാൻ ഗൂഗിളിൽ നോക്കിയായിരുന്നു. അപ്പം അതിൻ്റെ അകത്ത് പറയണതെന്ന് വെച്ചാൽ ഈ സാധനത്തിന് നമ്മൾ ചെയ്യണേ കണ്ട് മിമിക് ചെയ്യാനുള്ളൊരു കഴിവുണ്ട്. അതായത് ബേസിക്കലി ഇത് ഇൻ്റലിജൻ്റ് ആണോ അതെയോ മെമ്മറി കാർഡാണ്, എന്തായാലും ഭയങ്കര കഴിവുള്ള ഒരാളാണ്. പിന്നെ നമുക്ക് ഇത് സാധാ ഒരു എൻറ്റിറ്റി പോലെയല്ല, ഇതിനെ കൊല്ലാൻ ഭയങ്കര പാടാണ്. ഇതിന് 500 ഹാർട്ട് എങ്ങാണ്ടുണ്ട്. വാർഡൻ 500 ഹാർട്ടാണെന്ന് തോന്നുന്നു ഗൈസ്. പിന്നെ ഈ സാധനം എന്ന് പറയുമ്പോൾ വാതിൽ ഉറക്കാൻ പറ്റും, പിന്നെ എന്താ ബ്ലോക്ക് പൊട്ടിക്കാൻ പറ്റും. പിന്നെ ഈ ബ്ലോക്സിൻ്റെ മുകളിൽ പിടച്ച് കയറാൻ പറ്റും. ശരിക്കും നമുക്കുള്ള സ്കില്ലല്ല അത് 8 കാലിനെ കണ്ട് പഠിച്ചായിരിക്കും. പുള്ളിനെ കാണാൻ സ്പൈഡർമാനെയൊക്കെ പോലെ ഉണ്ടാവും. ഓക്കെ, നമുക്ക് എന്തായാലും ഇപ്പോൾ സ്റ്റോൺ കളക്ട് ചെയ്തെടുക്കാം. നമുക്ക് ഏകദേശം ഒരു 17 സ്റ്റോണാണ് വേണ്ടത്. 17 സ്റ്റോണാണ് വേണ്ടത്. നമുക്കൊരു എക്സ്ട്രാ എടുത്തേക്കാം. ഓക്കെ ഗൈസ്, നമുക്ക് എന്തായാലും ഇനി ഇവിടെ നിന്ന് പുറത്തിറങ്ങി പോകാം. ഇനി ഇതിൻ്റെ അകത്ത് നിന്നിട്ട് കാര്യമൊന്നുമില്ല, ഇപ്പോൾ രാത്രിയാവും. നമുക്ക് അതിന് മുമ്പ് ഒരു ബേസ് ഉണ്ടാക്കണം എന്നാണ് എൻ്റെ ഒരു ചെറിയൊരു പ്ലാൻ എന്ന് പറയും, കാരണം നമുക്ക് സമയമില്ല. പിന്നെ ഇമാതിരി സാധനങ്ങളൊക്കെ ഉള്ള സ്ഥലത്ത് ഗ്രൗണ്ടിൽ ബേസ് വെച്ചിട്ടും കാര്യമില്ല, കാരണം ഇതിൻ്റെ ഡോർ തുറക്കാൻ പറ്റും. ഇനി ലാഡറിൽ കയറാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അതിൻ്റെ കഴിവുകളൊക്കെ വെച്ചിട്ട് കയറാൻ പറ്റേണ്ടതാണ്. പക്ഷെ ഞാൻ എന്തായാലും മരത്തിൻ്റെ മണ്ടയിലാണ് വീഡിയോയ്ക്ക് ഉദ്ദേശിച്ചത്. നമുക്ക് ഇതിൽ ടൂൾസ് ഉണ്ടാക്കിയെടുക്കാം ഗൈസ്. ആക്സ്, പിക്കാക്സ്, സോഡ്, ഷവല്. ഓക്കെ, ഷവൽ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഫർണസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നമുക്ക് കോൾ ഉണ്ടാക്കാമല്ലോ ഗൈസ്. നമുക്ക് എന്തായാലും മൈനിങ്ങിന് പോയി എപ്പോഴും കോൾ എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നല്ല. നമുക്ക് എന്തായാലും എക്സ്ട്രാ വുഡ് കൂടി കളക്ട് ചെയ്തേക്കാം ഗൈസ്, എങ്ങാനും ആവശ്യം വന്നാലോ. സോ ഗൈസ്, നമ്മൾ വേണ്ടത്രയും വുഡ് കളക്ട് ചെയ്തിട്ടുണ്ട് ഗൈസ്. പിന്നെ ആ സൈഡിൽ കണ്ട സാധനമില്ല, അതാണ് ഫയർഫ്ലൈ ബുഷ് എന്ന് പറഞ്ഞ പുതിയ അപ്ഡേറ്റിൽ വന്നതാണ്. മോജാങ്ങിന് ഫയർഫ്ലൈസിനെ ഡയറക്റ്റ് ആഡ് ചെയ്യാൻ പറ്റാത്ത തന്നെ ഫയർഫ്ലൈ ബുഷ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് കുറച്ച് മെലൻസ് കളക്ട് ചെയ്യാം ഗൈസ്, കാരണം ഫുഡിന് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭയം ജംഗിളാണ് ഗൈസ്. അതിന് നമുക്കിവിടെ ഫുഡ് ഉണ്ട്, പിന്നെ നല്ല കളർ വുഡ് ഉണ്ട്, ബാമ്പു ഉണ്ട്. സ്കഫോൾഡിങ് ഉണ്ടാക്കാൻ വേറെ ഒരു സ്ഥലത്തും കൊണ്ടും പറ്റില്ല. ഓക്കെ, നമുക്ക് എന്തായാലും ഇനി ഇവിടെ ജസ്റ്റ് ഒന്ന് ചുറ്റുമൊക്കെ നോക്കാം ഗൈസ്, നല്ല സ്ഥലമാണോ നോക്കാം. പിന്നെ കുറച്ച് പറ്റുന്ന റിസോഴ്സസ് കളക്ട് ചെയ്യാം ഗൈസ്. പിന്നെ നമ്മൾ ഇതിനു മുമ്പ് 2 സീരീസ് ഓടിയിട്ട് 2 ഫസ്റ്റ് എപ്പിസോഡിൽ വെച്ചിട്ട് നിർത്തിപ്പോയി ഗൈസ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്കൂളുള്ള സമയത്താണ് എപ്പോഴും ഈ സീരീസുകൾ തുടങ്ങണത്. അതാണ് ഫസ്റ്റ് പ്രശ്നം. കാരണം ഈ പരീക്ഷ എപ്പോഴും ഉണ്ടോ ഈ പരീക്ഷ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റാറില്ല. പിന്നെ പലപ്പോഴും നമ്മുടെ ഇന്ന് വേൾഡ് പോകാറുണ്ട്. സോ അതുകൊണ്ട് ഈ പ്രാവശ്യം ഞാൻ വേൾഡിന് ബാക്കപ്പ് എടുത്തിട്ടുണ്ട്. വെക്കേഷനാണ് വീഡിയോ എടുക്കുന്നത് ഗൈസ്. അപ്പം നമ്മൾ ഹാർഡ് കോർ വേൾഡ് ചത്തില്ലെങ്കിൽ നമ്മൾ ഈ സീരീസ് എന്തായാലും കണ്ടിന്യൂ ചെയ്യും ഗൈസ്. ഓക്കെ, നമുക്ക് എന്തായാലും ഇനി ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. നമുക്കുള്ള റിസോഴ്സ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഗൈസ് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, ഞാൻ പിന്നെ കുറച്ചുകൂടെ കോൾ കണ്ടിട്ടുണ്ട്. കോളൊക്കെ നമുക്ക് കിട്ടാവുന്ന റിസോഴ്സൊക്കെ കളക്ട് ചെയ്യണം ഗൈസ്. എനിക്ക് ഇവിടെ ഇറങ്ങാനത്ര ഇതില്ല, എന്നാലും ഇറങ്ങിയേക്കാം. കുറച്ചുകൂടി കോൾ എടുത്തിട്ട് നമുക്ക് തിരിച്ചു പോകാം ഗൈസ്, കാരണം ഇത്രയൊക്കെ മതിയാവും. സോ ഗൈസ്, അങ്ങനെ രാത്രി ആയി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇനി തിരിച്ച് നമ്മുടെ
അപ്പുറത്തെ ഐലൻഡ് അല്ല, ഈ പുഴയുടെ അപ്പുറം പോകാം ഗൈസ്. നമുക്ക് എന്തായാലും ഇവിടെ ഒരു വീട് വയ്ക്കാം. ഈ മരത്തിൻ്റെയാണ് ഞാൻ നോക്കി വെച്ചായിരുന്നത്. നമുക്ക് ഇതിൻ്റെ മുകളിലാകുമ്പോൾ അത്യാവശ്യം ഈ സ്ഥലത്തിൻ്റെ വ്യൂവും കിട്ടും, പിന്നെ സേഫുമാണ്. സോ നമുക്ക് എന്തായാലും കുറച്ച് ലാഡേഴ്സ് ക്രാഫ്റ്റ് ചെയ്തെടുക്കാം. സോ ഗൈസ് നമ്മൾ ലാഡേഴ്സ് ക്രാഫ്റ്റ് എടുത്തിട്ടുണ്ട്. ഏകദേശം രാത്രി ആയിട്ടുണ്ട്. നമുക്ക് എന്തായാലും മരത്തിൻ്റെ മുകളിലെത്തിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം. സോ ഗൈസ് നമ്മളിപ്പോൾ അതിൻ്റെ മുകളിലെത്തിയിട്ടുണ്ട്. സോ നമുക്കിനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കണം. അപ്പോൾ നമുക്ക് അതിനായിട്ട് കുറച്ച് പ്ലാങ്ക്സ് എടുത്തിട്ടുണ്ട്. നമുക്കിനി ഒരു ടോർച്ച് വെച്ച് കുറച്ച് ലൈറ്റപ്പ് ചെയ്യാം ഫസ്റ്റ്. ഓക്കെ, ടോർച്ച് ഓക്കെ വെച്ചിട്ടുണ്ട് ഗൈസ്. നമുക്കിനി എന്തായാലും ഒന്ന് ബിൽഡ് ചെയ്യണം. നമുക്ക് ടൈം ലാപ്സ് പോകാം ഗൈസ്. സോ ഗൈസ് അപ്പോൾ നമ്മുടെ വീടിൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഒരു ബെഡ് ഉണ്ടാക്കിയെടുക്കാം ഗൈസ്. പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല, റീസ്പോണൊന്നും കിട്ടില്ല. എന്നാലും നമുക്ക് എന്തായാലും നൈറ്റ് സ്കിപ്പ് ചെയ്യാം ഗൈസ്. കാരണം നമ്മൾ ഈ രാത്രി ചുമ്മാ പുറത്തിറങ്ങി കിടക്കണ അത്ര നല്ല കാര്യമല്ല ഗൈസ് മൈൻക്രാഫ്റ്റിൽ. ഓക്കെ, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ നടക്കുന്ന ആൾക്കാരൊക്കെ വന്ന് തല്ലിയിട്ട് പോകും ഗൈസ്. അപ്പോൾ നമ്മൾ ചാവും. നമുക്ക് എന്തായാലും കിടന്നുറങ്ങാം. ഓക്കെ, സ്ലീപ്പിംഗ് ത്രൂ നൈറ്റ്. സോ ഗൈസ് അങ്ങനെ രാവിലെ ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇപ്പോഴാണ് നമ്മുടെ മെയിൻ പരിപാടി. നമ്മളിനി മൈനിങ്ങിന് പോകണം ഗൈസ്. എനിക്ക് അറിയില്ല കേവ് ഡെല്ലറിനെ കാണുമോ ഇല്ലയോ എന്ന്. കണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെനിക്ക് തോന്നല്ല ഫസ്റ്റ് അറ്റാക്ക് ചെയ്യുന്നത്. കാരണം ഞാൻ ആ ബുക്ക് ചുമ്മാ ഓടിച്ചിട്ട് വായിച്ചപ്പോൾ അതിൻ്റെ അകത്ത് പറയണ്ടായിരുന്നു കേവ് ഡെല്ലർ നമ്മളെ കളിപ്പിക്കുന്നു കുറച്ച് നേരം. അപ്പം നമുക്ക് എന്തായാലും ഫസ്റ്റ് ഒന്നും അറ്റാക്ക് ചെയ്യില്ല. അപ്പോൾ നമുക്ക് ഇറങ്ങി ഓടാനുള്ള സമയമുണ്ട്. കേവിലല്ല പോണെങ്കിൽ നമ്മൾ തീർന്നു കിട്ടും. നമുക്ക് എന്തായാലും സ്ട്രിപ്പ് മൈനിങ് ആണ് ഉദ്ദേശിച്ചത്. ഞാൻ ഈ മല തുരന്ന അകത്തേക്കൂടി ഒരു ടണൽ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. കാരണം ബേസിൻ്റെ അടിയിൽ തന്നെ വെച്ച് വെറുതെ പണി മേടിക്കണ്ടല്ലോ ഗൈസ്. നമുക്ക് എന്തായാലും ഇവിടെ നമുക്കൊരു ഇതുണ്ടാക്കിയെടുക്കാം ഗൈസ്, മൈനിങ് ഇര. ഓക്കെ, മൈനിങ് ഇര ഉണ്ടാക്കിയെടുക്കാം. സോ അപ്പോൾ നമുക്ക് അതിൻ്റെ ടൈം ലാപ്സ് വാങ്ങാം ഗൈസ്. സോ അപ്പോൾ ഗൈസ് നമ്മുടെ മൈനിങ് ഏരിയ സെറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി എന്താ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു വൈലൽ 15 പോകണം ഗൈസ്. അവിടെ നമുക്ക് അയൺ എടുക്കാനാണ് പ്ലാൻ. എൻ്റെ അറിവിൽ വൈലൽ 15 നമുക്ക് അയൺ കിട്ടും. നമുക്ക് എന്തായാലും അവിടെ പോകണം. സോ നമുക്ക് എന്തായാലും കുറച്ച് ചാർക്കോൾ ഉണ്ടാക്കിയെടുക്കാം ഗൈസ്. നമുക്ക് കാരണം വേറെ കോളൊന്നും കയ്യിലില്ല. ഉണ്ടാകുന്ന വെച്ചാൽ നമ്മൾ ഈ ടോർച്ചൊക്കെ ഉണ്ടാക്കി. സോ നമുക്ക് എന്തായാലും ചാർക്കോൾ ഉണ്ടാവണം, ഒരു വെയിറ്റ് ചെയ്യാം. സോ ഗൈസ് അപ്പോൾ നമ്മുടെ ടോർച്ചിനുള്ള ചാർക്കോൾ റെഡി ആയിട്ടുണ്ട്. സോ നമുക്ക് എന്തായാലും ഇനി മൈനിങ്ങിൻ്റെ ടൈം ലാപ്സിലേക്ക് പോകാം. സോ ഗൈസ് എനിക്കറിയാം എപ്പിസോഡ് മൊത്തം ടൈം ലാപ്സ് ആയിരിക്കും. കാരണം നമ്മൾ ഫസ്റ്റ് എപ്പിസോഡല്ലേ, അതുകൊണ്ടാണ്. നമുക്ക് സെക്കൻഡ് എപ്പിസോഡൊക്കെ നമുക്ക് ടൈം ലാപ്സ് മാക്സിമം കുറയ്ക്കാം ഗൈസ്.
സോ ഗൈസ് എനിക്ക് തോന്നല്ല ഇനി ഇവിടെ നിൽക്കണ സേഫാന്ന്. കാരണം ഞാൻ മൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു ഗൈസ്. മൈൻഡ് ചെയ്തുകൊണ്ടിരിക്കണ സമയത്ത് എൻ്റെ പുറകിൽ ഞാൻ നോക്കിയപ്പം എന്തോ ഒരു ലൈറ്റിൽ എന്തോ മാറ്റം വന്നല്ലോ. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പം ടോർച്ച് അവിടെ തന്നെ ഉണ്ട്. പക്ഷേ 2 ടോർച്ച് ഒരു ബ്ലോക്കിൽ നിന്നാൽ ഡൗട്ട് അടിച്ചുകൊണ്ട് എൻ്റെ നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് ഡെല്ലറായിരുന്നു എന്ന്. ഡെല്ലർ ഇത്രയും ചെറിയ ഗ്യാപ്പിൽ ആ സാധനം വന്ന് നിന്നിട്ട് എൻ്റെ നേരെ നോക്കിക്കൊണ്ട് വെക്കുമായിരുന്നു. എന്നെ അറ്റാക്ക് ചെയ്യാനൊന്നും വന്നില്ല. സോ നമുക്ക് എന്തായാലും ഇനി അധികം നേരം ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ല. കാരണം ഇനി അറ്റാക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. നമുക്കെന്തായാലും ഈ അയൺ എടുത്തിട്ട് ഇവിടെ നിന്ന് പോവാം. സോ ഗൈസ് നമ്മളിപ്പോൾ കാണിക്കുന്ന ആക്ച്വലി മണ്ടത്തരമാണ്. കാരണം നമ്മളിപ്പോൾ ഈ അയൺ എടുക്കേണ്ട ഒരാവശ്യവും ഇല്ല. എന്നാലും ഫുൾ ആർമർ ആയിക്കോട്ടെ എന്ന് ഓർത്താണ്. ടൂൾസിനൊന്നും കിട്ടില്ല ഗൈസ്. എന്തായാലും നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങി ഓടാം. ഗൈസ് ഞാൻ കറക്റ്റ് മണ്ടത്തരം കാണിച്ചു. ശരിക്കും അതിൻ്റെ നേരെ നോക്കിക്കഴിഞ്ഞാൽ അതിന് കുറച്ചും കൂടി നമ്മുടെ ഒരു ആഗ്രഹം ഇവിടുത്തെ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം നമ്മളറിയാത്ത പോലെ മൈൻഡ് കണ്ടിരുന്നു കഴിഞ്ഞാൽ അത് നമ്മൾ അധികം അറ്റാക്ക് ചെയ്യാൻ വരില്ല. പക്ഷെ നമ്മളെങ്ങനെ തന്നെ മൈൻഡ് ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് എന്തായാലും കുറച്ച് കളിപ്പിക്കും, എന്നിട്ട് അറ്റാക്ക് ചെയ്യും. അറ്റാക്ക് ചെയ്ത് നമ്മുടെ സെർവർ തീരും. കാരണം നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു നല്ല ഡിഫൻസിനുള്ള ഒന്നുമില്ല കേസ്. എന്തിന് ഡയമണ്ട് ആർമർ ഇട്ടിട്ട് പോലും കേസ് കാര്യമില്ല ഇതിൻ്റെ അടുത്ത്. സോ നമുക്ക് എന്തായാലും കുറച്ച് കോളും കൂടി എടുക്കും. കാരണം നമ്മൾ ഇനി ഇങ്ങോട്ട് റിട്ടേൺ വരാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ്. വരും കേസ്. കാരണം നമ്മൾ കേവ് സർവേയിൽ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ നമുക്ക് എന്തായാലും കുറച്ചും കൂടി ഇന്ന് ഗിയറപ്പ് ആയിട്ടാണ് ഗൈസ് ബാക്കി. എന്തായാലും നമുക്ക് ഈ വേൾഡിൽ അധികം കേവി കയറി കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തിന് അത്ര നല്ലതല്ല. പിന്നെ കുറച്ച് കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ സാധനം പുറത്തേക്കും ഇറങ്ങി വരുന്നു ഇരുട്ടത്ത്. നൈറ്റിൽ, രാവിലെ അല്ല നൈറ്റിൽ. വർക്കാവുമെന്ന് അറിയില്ല, എന്തായാലും വരുമായിരിക്കും. സോ ഗൈസ് എന്തായാലും ബേസിലെത്തിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം. അയണൊക്കെ ഒന്ന് സ്മെൽറ്റ് ചെയ്തെടുത്തിട്ട് ഗൈസ്. സോ ഗൈസ് നമ്മളപ്പോൾ അങ്ങനെ ബേസിലെത്തിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് അയൺ സ്മെൽറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് അതെടുക്കാം. നമുക്കിനി നമ്മുടെ ആർമർ ക്രാഫ്റ്റ് ചെയ്തെടുക്കാം ഗൈസ്. നമ്മുടെ ഫസ്റ്റ് സെറ്റ് ഓഫ് അയൺ ആർമറാണ്. കുറേ സ്റ്റോൺ കിട്ടി കേട്ടോ ഗൈസ്. നമുക്ക് എന്തായാലും അതൊക്കെ പെട്ടിയിലേക്ക് ആക്കി വെച്ചേക്കാം. അല്ലെങ്കിൽ നമ്മുടെ ഇൻവെൻറ്ററി മൊത്തം ഇങ്ങനെ അലങ്കോലമായിട്ടിരിക്കും. പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്ത് നടക്കണം, ഭയങ്കര പാടാണ് ഗൈസ്. നമുക്ക് എന്തായാലും എല്ലാം ഇരുത്തയിലേക്ക് തന്നെ വയ്ക്കാം. കയ്യിലുള്ളതെല്ലാം വയ്ക്കാം ഗൈസ്. അതിനിരിക്കട്ടെ. അങ്ങനെ കുറേ വേസ്റ്റൊക്കെ ഉണ്ട് ഗൈസ്. നമുക്ക് അതൊക്കെ വെച്ചിട്ടുണ്ട്. സോ നമുക്കിനി കുറേ വേസ്റ്റ് ഇപ്പോഴും കയ്യിലുണ്ട് കേട്ടോ. അതല്ല, നമുക്കിനി നമ്മുടെ ആർമർ ഉണ്ടാക്കിയെടുക്കണം. ഹെൽമെറ്റ് ഉണ്ടാക്കി, ചെസ്റ്റ് പ്ലേറ്റ് ഉണ്ടാക്കി, ലെഗിൻസ് ഉണ്ടാക്കി, ബൂട്ട്സ് ഉണ്ടാക്കി. ഓക്കെ, ഇനി നമുക്കൊരു ഷീൽഡും ഒരു സോഡുമാണ് ഞങ്ങൾക്ക് വേണ്ടത്. മെയിൻലി നമുക്ക് സോഡ് ഉണ്ടാക്കാം. ഓക്കെ, ഇനി നമുക്കൊരു ഷീൽഡ് ഉണ്ടാക്കണം കേസ്. ഷീൽഡാണ് ശരിക്കും മെയിൻ. കാരണം നമ്മൾ അടി കിട്ടിക്കഴിഞ്ഞാൽ അടി നമുക്ക് തടുക്കണം, ഇല്ലെങ്കിൽ നമ്മുടെ കാര്യത്തിൽ തീരുമാനം. കാരണം നമ്മുടെ അയൺ ആർമറിന് വലിയ പ്രൊട്ടക്ഷനൊന്നുമില്ല. ഓക്കെ, നമുക്ക് എന്തായാലും ഷീൽഡ് ഇടാം. ഓക്കെ, നമുക്ക് ഷീൽഡ് എടുത്തിട്ടുണ്ട് കേസ്. ഓക്കെ, നമുക്ക് എന്തായാലും ഇനി ആർമർ ഇട്ട് നോക്കാം കേസ്. ഓക്കെ, ഫസ്റ്റ് സെറ്റ് ഓഫ് അയൺ ആർമർ, ലെറ്റ്സ് ഗോ. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ എടുത്തേക്കുന്നത് ഒരു 1 മണിക്കൂറാണ് ഡ്യൂറേഷൻ വരുന്നത്. പിന്നെ നമ്മളിത് എഡിറ്റ് ചെയ്താണ് ഇപ്പം 13 മിനിറ്റ് 50 സെക്കൻഡാണ് ഗൈസ് ഞാൻ ഫൈനലിൽ വന്നേക്കണത്. സോ അപ്പോൾ ഗൈസ് നമ്മുടെ തൊണ്ടയൊക്കെ ലാസ്റ്റ് ആയപ്പോഴത്തെ അടിച്ച് പോയിട്ടുണ്ട് ഗൈസ്. സോ നമ്മൾ അടുത്ത പ്രാവശ്യം നമ്മൾ സൗണ്ട് കുറച്ചുകൂടി സെറ്റാക്കാൻ മാക്സിമം നോക്കാം. സോ ഗൈസ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ. ബൈ ബൈ.